ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ആരാധനാമമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ സാം സക്കറിയ കൊട്ടാരക്കര. ദൈവത്തിന് സ്തോത്രം. മോർണിംഗ് വോയിസിലൂടെ ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ ഇടയായതിൽ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഒരു കർത്തൃദിവസമായി ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന് പ്രചോദനമായൊരു തിരുവചനം നമുക്ക് ധ്യാനിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവിടെ അവർ അവന് ഒരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്ന ഒരുവനായിരുന്നു. ഇവർ ഇരിക്കുന്ന ഭവനത്തെക്കുറിച്ച് ഇവിടെ വ്യക്തമായി പറയുന്നില്ലെങ്കിലും മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 6-ാം വാക്യത്തിലും മർക്കോസ് 14:3 ഇത് കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ ഭവനമായിരുന്നുവെന്ന് കാണുന്നു. 2 വ്യക്തികളെ നമുക്കിവിടെ ദർശിക്കാം. ഒന്ന് മരിച്ചവരിൽ നിന്നും കർത്താവ് ഉയർപ്പിച്ച ലാസർ, മറ്റൊന്ന് കുഷ്ഠരോഗം സൗഖ്യമായ ശീമോൻ. 2 പേർക്കും നല്ല സാക്ഷ്യം പറവാനുണ്ട്. ലാസർ തൻ്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ ഇപ്രകാരം പറയുമെന്ന് നമുക്ക് ചിന്തിക്കാം: കർത്താവിനോടുകൂടെ ഇപ്രകാരം ഒരു പന്തിഭോജനത്തിനിരിക്കുവാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. കാരണം ഞാൻ മരിച്ചവനായിരുന്നു. ധീരമായി കിടന്നപ്പോൾ ആ വിവരം കർത്താവിനെ അറിയിച്ചിരുന്നു. എന്നാൽ കർത്താവിന് ഞാൻ മരിക്കും മുമ്പേ അവിടെ വരുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഞങ്ങൾക്ക് തിരിച്ചും കർത്താവിനോട് വലിയ സ്നേഹമായിരുന്നു. സ്നേഹക്കുറവ് കൊണ്ടാണ് എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. കർത്താവ് വരുവാൻ താമസിച്ചതിന് വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നു. രോഗികൾക്ക് സൗഖ്യം കൊടുക്കുവാൻ കർത്താവിന് കഴിയുമെന്നത് എല്ലാവർക്കും അറിവുള്ളതാണ്. എന്നാൽ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ തക്കവണ്ണം ജീവന്റെ മേൽ അധികാരമുള്ളവനാണ് കർത്താവെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് അന്ന് കർത്താവ് വരുവാൻ താമസിച്ചത് എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് ഞാൻ കർത്താവിനെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ 4 ദിവസമാണ് കല്ലറയിൽ കിടന്നത്. നാറ്റം വയ്ക്കുവാൻ തുടങ്ങിയിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കല്ലറയ്ക്കൽ വന്ന് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച എന്നിൽ ജീവൻ തിരികെ വന്നു. ഞാനൊരു പുതിയ സൃഷ്ടിയായി പുറത്തു വന്നു. അത്ഭുതമെന്നല്ലാതെ എന്ത് പറയാൻ. ഞാനിന്ന് കർത്താവിനോടൊപ്പം പന്തിയിലിരിക്കുകയാണ്. ഇത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയാണ്. മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് കുഷ്ഠരോഗിയായിരുന്ന ശീമോൻ്റെ ഭവനത്തിലാണ്. ശീമോനും ചിലത് പറയുവാനുണ്ട്. കുഷ്ഠരോഗിയായിരുന്നു ഞാനും എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. 4 പേര് കൂടുന്നിടത്ത് ഒരുമിച്ചിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഞാൻ വെറുക്കപ്പെട്ടവനായിരുന്നു. എൻ്റെ സ്ഥാനം പാളയത്തിന് പുറത്തായിരുന്നു. അശുദ്ധനെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അധരം മൂടിയിരുന്നു. ഏകാന്തതയുടെ തടവറയിൽ ഞാൻ ഏറെക്കാലം കഴിഞ്ഞു. അപ്പോഴാണ് യേശു കർത്താവ് അതുവഴി വന്നത്. എനിക്കതൊരിക്കലും മറക്കാൻ കഴിയുകയില്ല. എൻ്റെ കുഷ്ഠരോഗം കർത്താവ് സൗഖ്യമാക്കി. ഇന്ന് കർത്താവിൻ്റെ വീട്ടിൽ വരുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എല്ലാവരാലും വെറുക്കപ്പെട്ടവനും അറയ്ക്കപ്പെട്ടവനുമായിരുന്ന എന്നെ കർത്താവ് സ്നേഹിച്ചു. മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ലാസറും കുഷ്ഠരോഗിയായിരുന്ന ഞാനും ഇന്ന് കർത്താവിനോട് കൂടെയുള്ള കൂട്ടായ്മ അനുഭവിക്കുന്നു. നിങ്ങൾ ഇതുപോലെയുള്ള ഒരവസ്ഥയിലായിരുന്നല്ലോ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും കർത്താവ് ഉയർപ്പിച്ചല്ലോ. പാപപൂഷ്ടം ബാധിച്ചവരായിരുന്ന നിങ്ങളെയും കർത്താവ് ശുദ്ധമാക്കിയല്ലോ. ഇന്ന് 2 കൂട്ടർക്കും ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുന്നത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. പ്രിയരേ, ഈ കർത്തൃദിവസത്തിൽ ഇന്ന് ഞങ്ങളുടെ സാക്ഷ്യമാണ് നിങ്ങൾക്ക് ആരാധനയ്ക്ക് പ്രചോദനമാകുന്നത്. 100-ാം സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു:
അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവനെ സ്തോത്രം ചെയ്തവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. ജീവനറ്റ പാപികളായിരുന്നു നമ്മെ കർത്താവ് ഉയർപ്പിച്ചതിനായി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരിക്കലും ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ കഴിയാതെ വണ്ണം പാപത്താൽ ബാധിച്ചിരുന്ന എന്നെ ശുദ്ധമാക്കി എനിക്ക് ലഭിച്ച സൗഖ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ നന്ദിയോടും കൂടെ നമുക്ക് ഈ കർത്ത ദിവസത്തിൽ കർത്താവിനെ ആരാധിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പാപികളും അശുദ്ധരും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരുമായിരുന്നു. എന്നാൽ ഞങ്ങളെ അവിടുന്ന് ഉയർപ്പിച്ചത് കൊണ്ട് സ്തോത്രം. നിത്യജീവൻ ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട് സ്തോത്രം. പാപകുഷ്ഠം ബാധിച്ചിരുന്ന ഞങ്ങളെ അവിടുന്ന് ശുദ്ധരാക്കിയത് കൊണ്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നീയുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പന്തിഭോജനത്തിൽ ഇരിക്കുവാൻ, കർത്താവിനോടൊപ്പമുള്ള കൂട്ടായ്മ അനുഭവിപ്പാൻ അവിടെ നിങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. സർവമഹത്വം അങ്ങേ തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.